Nature and concept of business. In every society, people undertake various activities to satisfy their needs. These activities may be broadly classified into two groups. They are non-economic activities and economic activities. ബിസിനസ്സിൻ്റെ സ്വഭാവവും ആശയവും. സമൂഹത്തിൽ ആളുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് വിശാലമായി രണ്ടായി തരംതിരിക്കാം. ഒന്ന്, സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. രണ്ട്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ. One, non-economic activities. Non-economic activities are those activities performed out of love, sympathy, sentiments, patriotism, etc., and not for making money. Example: housewife cooking food for their family, a boy helping an old man crossing the road, etc. ഒന്ന്, സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്നാൽ സ്നേഹം, സഹതാപം, വികാരം, ദേശസ്നേഹം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അല്ലാതെ പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ളതല്ല. ഉദാഹരണത്തിന്, കുടുംബത്തിന് വേണ്ടി പാചകം ചെയ്യുന്ന വീട്ടമ്മ, വൃദ്ധനെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്ന കുട്ടി തുടങ്ങിയവ. Two, economic activities. Economic activities are those activities by which we earn our livelihood. For example, a worker working in a factory, a doctor operating in his clinic, a manager working in the office, and a teacher teaching in a school, etc. രണ്ട്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ. നമ്മുടെ ഉപജീവനത്തിന് ആവശ്യമായ വരുമാനം നേടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി, സ്വന്തമായി ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ, ഓഫീസിൽ ജോലി ചെയ്യുന്ന മാനേജർ, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ, എക്സെട്ര. Economic activities may be further divided into three categories. 1, profession. 2, employment. And 3, business. സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, പ്രൊഫഷൻ അല്ലെങ്കിൽ വിദഗ്ധ തൊഴിൽ. 2, തൊഴിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്. 3, ബിസിനസ്. One, profession. Profession is an occupation which requires specialized knowledge, skill and training. Those who involved in this occupation render personal services of special and expert nature to their clients for a remuneration called fee. Example: doctor, lawyer, chartered accountant, teacher, etc. ഒന്ന്, പ്രൊഫഷൻ അല്ലെങ്കിൽ വിദഗ്ധ തൊഴിൽ. പ്രത്യേക വിജ്ഞാനവും
നൈപുണ്യവും പരിശീലനവും ആവശ്യമായ തൊഴിലാണ് പ്രൊഫഷൻ. ഇത്തരം തൊഴിലിൽ ഏർപ്പെടുന്നവർ അവരുടെ കക്ഷികൾക്ക് ഫീസ് എന്ന പ്രതിഫലം വാങ്ങിക്കൊണ്ട് പ്രത്യേകവും വിദഗ്ധവുമായ വ്യക്തിഗത സേവനങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന് ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ടീച്ചർ തുടങ്ങിയവ. Two, employment. It is an occupation and economic activity in which people engaged in work for others on a regular basis for a remuneration called salary. The person or organization providing employment is called employer, and the person who works for employer is called employee. Example: teacher working in a school, doctor working in a government hospital, etc. 2. എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ. ശമ്പളം എന്ന പ്രതിഫലത്തിനായി ആളുകൾ പതിവായി മറ്റുള്ളവർക്ക് വേണ്ടി ജോലിയിൽ ഏർപ്പെടുന്ന ഒരു തൊഴിലും സാമ്പത്തിക പ്രവർത്തനവുമാണിത്. തൊഴിൽ നൽകുന്ന വ്യക്തിയെ അല്ലെങ്കിൽ സ്ഥാപനത്തെ തൊഴിലുടമ എന്നും തൊഴിലുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തിയെ ജീവനക്കാരൻ എന്നും വിളിക്കുന്നു. ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചർ, സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ തുടങ്ങിയവ. Third one, business. Business is an economic activity involving the production and sales or purchases and sales of goods and services on regular basis for earning profit by satisfying human needs in the society. 3. Business. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റി ലാഭം നേടുന്നതിനായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനവും വിൽപ്പനയും അല്ലെങ്കിൽ വാങ്ങലും വിൽപ്പനയും പതിവായി നടത്തുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ്. Characteristics of business. Following are the characteristics of business. 1. An economic activity. 2. Production or procurement of goods and services. 3. Sales or exchange of goods and services. 4. Dealing in goods and services on a regular basis. 5. Profit earning. 6. Uncertainty of return. 7. Element of risk. ബിസിനസ് പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ. താഴെ പറയുന്നവയാണ് ബിസിനസിന്റെ സവിശേഷതകൾ. 1. ഒരു സാമ്പത്തിക പ്രവർത്തനം. 2. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം അല്ലെങ്കിൽ സംഭരണം. 3. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന അല്ലെങ്കിൽ കൈമാറ്റം. 4. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സ്ഥിരമായ ഇടപാട്. 5. ലാഭം ഉണ്ടാക്കുക. 6. വരുമാനത്തിൽ അല്ലെങ്കിൽ ലാഭത്തിൽ അനിശ്ചിതത്വം. 7. റിസ്ക് എന്ന ഘടകം.
1. An economic activity. Business is an economic activity because it is undertaken with the object of earning money and not out of love, affection, sympathy, or any other emotion. 1. ഒരു സാമ്പത്തിക പ്രവർത്തനം. ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. കാരണം ഇതിൻ്റെ ലക്ഷ്യം പണം സമ്പാദിക്കുക എന്നതാണ്. അല്ലാതെ സ്നേഹം, വാത്സല്യം, സഹതാപം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരങ്ങൾ എന്നിവ നേടുന്നതിന് വേണ്ടിയുള്ളതല്ല. Second one, production or procurement of goods and services. Business needs goods or services. For that, they produce it or purchase from other producers. 2. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം അല്ലെങ്കിൽ സംഭരണം. ബിസിനസ്സിന് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. അതിനായി അവർ അത് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മറ്റ് നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങുകയോ ചെയ്യുന്നു. Goods are of two types. A. Consumable goods. B. Capital goods. Consumable goods are those goods used for final consumption. That is, daily use goods like sugar, ghee, pen, notebook, etc. Capital goods are those goods which are used for further production like machinery, furniture, etc. സാധനങ്ങൾ രണ്ടു തരമുണ്ട്. 1. ഉപയോഗയോഗ്യമായ സാധനങ്ങൾ. 2. ക്യാപിറ്റൽ ഗുഡ്സ്. അന്തിമ ഉപയോഗത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് കൺസ്യൂമബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ഉപയോഗയോഗ്യമായ ഗുഡ്സുകൾ എന്ന് പറയുന്നത്. അതായത് ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളായ പഞ്ചസാര, നെയ്യ്, പേന, നോട്ട്ബുക്ക് തുടങ്ങിയവ. ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സുകളെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. യന്ത്രങ്ങൾ, ഫർണിച്ചറുകൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. Business also deals with services. They are facilities offered to customers like electricity, water, gas, transportation, banking, insurance, etc. ബിസിനസ് സേവനങ്ങളും കൈകാര്യം ചെയ്യുന്നു. അവ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗകര്യങ്ങളാണ്. വൈദ്യുതി, വെള്ളം, ഗ്യാസ്, ഗതാഗതം, ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. Third one, sales or exchange of goods and services. Business involves transfer or exchange of goods and services between seller and buyer for a value. If goods are produced for personal use, it cannot be considered as business activity. 3. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന അല്ലെങ്കിൽ കൈമാറ്റം. വിൽപ്പനക്കാരനും വാങ്ങുന്ന വ്യക്തിയും തമ്മിൽ വിലയ്ക്ക് പകരം സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ കൈമാറുന്ന ഒന്നാണ് ബിസിനസ്. സ്വന്തം ഉപയോഗത്തിനായി സാധനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ ബിസിനസിന്റെ പ്രവർത്തനമായി കണക്കാക്കാനാവില്ല. Fourth one, dealings in goods and services on a regular basis.
Business involves dealings in goods and services on a regular basis. One single transaction of sales or purchases does not considered as a business. 4. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സ്ഥിരമായ ഇടപാട്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ സ്ഥിരമായ ഇടപാട് ബിസിനസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വിൽപ്പനയുടെ അല്ലെങ്കിൽ വാങ്ങലിൻ്റെ ഒരൊറ്റ ഇടപാട് ബിസിനസ്സായി പരിഗണിക്കില്ല. Fifth one, profit earning. Earning income by way of profit is the main objective of business. Without profit, no business can survive for a long period. So, businessmen take all the steps to maximize profit by increasing sales or reducing cost. 5. ലാഭം ഉണ്ടാക്കുക. ലാഭം എന്ന മാർഗത്തിലൂടെ വരുമാനം നേടുക എന്നതാണ് ബിസിനസ്സിൻ്റെ പ്രധാന ലക്ഷ്യം. ലാഭമില്ലാതെ ഒരു ബിസിനസ്സിനും ദീർഘകാലത്തേക്ക് നിലനിൽക്കാനാവില്ല. അതിനാൽ വിൽപ്പന വർദ്ധിപ്പിച്ചോ അല്ലെങ്കിൽ ചെലവ് കുറച്ചോ ലാഭം വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ നടപടികൾ ബിസിനസ്സുകാർ സ്വീകരിക്കുന്നു. Sixth one, uncertainty of return. Uncertainty of return means the lack of knowledge about the amount of money that a business is going to earn in a given period. Every business invests money, that is capital, to earn profit. But it is not certain what will be the amount of profit earned. Also, there is a possibility of losses being incurred. 6. വരുമാനത്തിൽ അല്ലെങ്കിൽ ലാഭത്തിൽ അനിശ്ചിതത്വം. ഒരു നിശ്ചിത കാലയളവിൽ ഒരു ബിസിനസ് നേടാൻ പോകുന്ന വരുമാനത്തെക്കുറിച്ചുള്ള ഉറപ്പില്ലാത്ത അവസ്ഥയെയാണ് വരുമാനത്തിലെ അനിശ്ചിതത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ ബിസിനസ്സും ലാഭം നേടുന്നതിന് പണം നിക്ഷേപിക്കുന്നു. എന്നാൽ എത്രമാത്രം ലാഭം ലഭിക്കും എന്നതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. കൂടാതെ നഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. Seventh one, element of risk. Risk means possibility of loss. Business has an element of risk. It may be caused by some unfavorable or undesirable event. The risks are related with certain factors like consumer taste and fashions, changes in method of production, increased competition in the market, etc. 7. റിസ്ക് എന്ന ഘടകം. റിസ്ക് എന്നാൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത എന്നാണ്. ബിസിനസ്സിന് നഷ്ടസാധ്യതയുണ്ട്. അനുകൂലമല്ലാത്ത ചില സംഭവങ്ങൾ കാരണമാണ് റിസ്ക് സംഭവിക്കുന്നത്. ഉപഭോക്താവിൻ്റെ അഭിരുചിയും ഫാഷനും, ഉൽപാദന രീതിയിലെ മാറ്റങ്ങൾ, വിപണിയിലെ വർദ്ധിച്ച മത്സരം തുടങ്ങിയ ഘടകങ്ങളുമായി റിസ്ക് ബന്ധപ്പെട്ടിരിക്കുന്നു.